വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഏത് മാധ്യമത്തിലൂടെയാണ് ഇത് കാണുന്നതെന്ന്. ഒരു ചാനലിൽ നിങ്ങളിത് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് മറ്റുള്ളവരോട് ഈ ചാനൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറയുക. യൂട്യൂബിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ കാണുന്നവർ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാം. അനേകർ അത് മുഖാന്തരം, നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്നത്തെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, UAE നിന്നുള്ള സുജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ സെലിൻ സുജിത്തിൻ്റെ ജന്മദിനം ഫെബ്രുവരി 26-നാണല്ലോ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ മുൻകൂട്ടി തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുജിത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സെലിന് നല്ലൊരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇന്നത്തെ ഓരോ പ്രോഗ്രാമും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് തയ്യാറാകുക. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ കൈവശമെടുക്കുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറിച്ച് വയ്ക്കുക. ഇതിലൂടെ കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഫെബ്രുവരി 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഒരു പുതിയ മനുഷ്യനാകാൻ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന നിലമ്പൂരിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങളും കടന്നുവരൂ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി, നിലമ്പൂർ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ഫെബ്രുവരി 23 ശനിയാഴ്ച. ആത്മീയ ഉണർവിന്റെ ഉത്തേജനമായ വചനപ്രഘോഷണത്തിന്റെ മാർഗത്തിലേക്ക് ഈ ദിവസം നിങ്ങളെയും ക്ഷണിക്കുന്നു. ഫെബ്രുവരി 23 ശനിയാഴ്ച, വ്യാപാര ഭവൻ ഓഡിറ്റോറിയം, GEM ഹോസ്പിറ്റലിന് സമീപം, ടൗൺ ഹാളിന് പുറകുവശം, ചെമ്പുക്കാവ്, തൃശ്ശൂർ. നെഹമിയ ഡാമിയൻ കോട്ടയത്ത് ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ. റെഡ് ക്രോസ് ടവർ, റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, നാഗമ്പടം. അടുത്ത ചില നിമിഷങ്ങൾ ആരും കണ്ണു തുറക്കരുത്. പകരം ദൈവത്തോട് സംസാരിക്കുക. മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെയല്ല ദൈവത്തോട് സംസാരിക്കേണ്ടത്. ബഹുമാനത്തോടെ, താഴ്മയോടെ, വിശ്വാസത്തോടെ, എനിക്ക് കർത്താവ് തരും എന്ന പ്രത്യാശയോടെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങുക. ദേവാലയത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ അവളെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവളുടെ ഹൃദയത്തെ അവൾ പകർന്നു. ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തിൽ നിന്നുള്ളത് അവൾ പകർന്നു. അതുപോലെ ദൈവത്തോട് പറയാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ഒന്ന്, ശരീരത്തിൽ അലർജി അതിഭയങ്കരമായി, രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ വളരെ ക്ലേശിക്കുന്ന ചില വ്യക്തികൾ. ഇന്ന് ആ വിഷയം യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ അകത്തത് ഞാൻ മനസ്സിലാക്കുന്നു. തലച്ചോറ് സംബന്ധമായി പ്രയാസങ്ങൾ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അത് യേശു കാണുന്നു. തൈറോയിഡ് സംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ ഭവനത്തിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാതെ എന്ന് ഇത് അവസാനിക്കും, ഇതൊരു ജയിൽവാസമാണല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ചില സഹോദരിമാർ, ചില ഭാര്യമാർ ഇതിനകത്തുണ്ട്. യേശു നിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണെങ്കിൽ നിയന്ത്രിക്കേണ്ട. കാരണം സ്വർഗത്തിൽ
കറൻസി നോട്ടുകളേക്കാൾ നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. ഒരുപക്ഷെ നിന്റെ നേർച്ച കാഴ്ചകളേക്കാൾ വിശ്വാസത്തോടെ അപ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ഭാരങ്ങൾ പങ്കുവെച്ച് നീ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അതിലെ ഒരു തന്മാത്ര പോലും പാഴാകുകയില്ല. കാരണം കർത്താവേ, നീ എൻ്റെ കണ്ണുനീരെല്ലാം നിന്റെ തുരുത്തിയിൽ ആക്കി വച്ചിരിക്കുന്നുവല്ലോ. നിന്റെ കണ്ണുനീരിനെ അവൻ ശേഖരിച്ച് ഒരു അമൂല്യ വസ്തുവായി അവൻ സൂക്ഷിച്ചു വയ്ക്കും. എൻ്റെ മകൾ, എൻ്റെ മകൻ ഇത്രത്തോളം കണ്ണുനീർ എൻ്റെ സന്നിധിയിൽ പൊഴിച്ചിട്ടുണ്ട്. അത് നഷ്ടമായി പോകയില്ല. ഈ ഓഡിറ്റോറിയത്തിനകത്ത് കണ്ണുനീർ തുള്ളികൾ വീഴുകയാണെങ്കിൽ അത് ഈ ഓഡിറ്റോറിയത്തിനകത്തല്ല വീഴുന്നത്. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ, അവൻ്റെ കൈക്കുമ്പിളിൽ അത് വീണ് അത് കർത്താവിനെ സ്പർശിക്കും. തിരിച്ചവൻ നിന്നെ സ്പർശിക്കും. മാർഗരറ്റ്, ആരാണ് മാർഗരറ്റ്? ഈ ഹോളിനകത്ത് നിലവിളിയോട് നിൽക്കുന്നൊരു മാർഗരറ്റ് ഉണ്ട്. നിന്റെ പേരിൻ്റെ ഒരു ഭാഗം മാർഗരറ്റ് എന്നാണ്. എവിടെയോ ഉണ്ട്. പരിശുദ്ധാത്മ പറയുന്ന നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. അടുത്ത ചില ദിവസങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി നിന്റെ വാതിലിൽ മുട്ടാൻ പോകുകയാണ്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. യേശു മതങ്ങൾക്ക് അതീതനാണ്. യേശു വർഗങ്ങൾക്കും വർഗീയതകൾക്കും അതീതനാണ്. കാരണം യേശു ദൈവമാണ്, മനുഷ്യനല്ല. മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു സംഘടനയിലോ ഏതെങ്കിലും ഒരു സഭയിലോ പോയി മെമ്പർഷിപ്പ് എടുത്തേനെ. പക്ഷേ യേശുവിന് അതിൻ്റെ ആവശ്യമില്ല. യേശു അതിനെല്ലാം ഉപരിയാണ്. ആ സ്ത്രീ പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. യേശു ഒരു പ്രവാചകനാണ്. തെറ്റല്ല, യേശു പ്രവാചകനാണ്. പക്ഷേ യേശു ഒരു പ്രവാചകൻ, യേശു കേവലം ഒരു പ്രവാചകൻ എന്നതിൻ്റെ ഉപരിയാണ്. എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട്? യേശു സാധാരണ ഒരു പ്രവാചകനല്ല. തീർച്ചയായും അവന് പ്രവചിക്കാൻ കഴിയും. തീർച്ചയായും അവന് പ്രവാചകനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്. എന്നാൽ സകല പ്രവാചകന്മാരെക്കാളും ഉന്നതനാണ് യേശു. വ്യക്തമായി പോരാന്ന് എനിക്ക് തോന്നുന്നു. യേശു ആ കൈയടി പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കല്ല. യേശുവിനെ മനുഷ്യനായി കാണാറുണ്ട്, സാമൂഹിക പരിഷ്കർത്താവായി കാണാറുണ്ട്, മത നേതാവായി കാണാറുണ്ട്, യേശുവിനെ പ്രവാചകനായി കാണാറുണ്ട്, യേശുവിനെ പല രീതിയിൽ പലരും കാണാറുണ്ട്. എന്നാൽ ഈ ധാരണകൾ മുഴുവൻ തെറ്റിദ്ധാരണകളായിരിക്കുമ്പോൾ ഈ സ്ത്രീ കുറച്ചുകൂടി സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മശിഹ എന്നൊരുവൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ സകല കാര്യങ്ങളും റെഡിയാക്കും, ക്രമീകരിക്കും എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. എൻ്റെ അർത്ഥം, അതുവരെ യേശുവുമായി സമ്പർക്കം പുലർത്തിയിരുന്നെങ്കിലും അവൾക്ക് ആളെ തിരിച്ചറിഞ്ഞില്ല. പലരും പ്രാർത്ഥനകൾ വരാറുണ്ട്, പക്ഷേ യേശുവിനെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാറില്ല, മനസ്സിലാക്കാറില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം മാറിയേനെ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ സാധാരണ മത ചടങ്ങ് പോലെ ഒരു പ്രാർത്ഥന യേശുവിനോട് അവർ പ്രാർത്ഥിക്കില്ല. ജീവനുള്ളൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ എന്ത് കാര്യവും നടത്തിത്തരാൻ കഴിയുന്ന യേശുവിനോട് ആ രീതിയിലേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ പലർക്കും അതറിയില്ല. Allow Jesus to change your life. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ, യേശുവിനെ
അടുത്തിരിക്കുന്ന ആളോട് പറ, യേശുവിനെ നിന്റെ ജീവിതത്തെ മാറ്റുവാനായി അനുവദിക്കുക. വേറൊരാളോട് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്ത്, യേശുവിനെ നിന്റെ ജീവിതത്തെ മാറ്റുവാനായി അനുവദിക്കുക. Let him do it. ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ വന്നു പോകാറുണ്ട്. മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൈ അടിക്കാറുണ്ട്. അതെല്ലാം വേണം, കൈയടി ഒന്നും നിർത്തണ്ട. തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും പ്രാപിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നടക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടോ? നിങ്ങൾക്കൊരു സാക്ഷ്യം വേണ്ടേ? നിങ്ങൾക്കൊരു അത്ഭുതം വേണ്ടേ? ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിലൊരു മാറ്റം വരണ്ടേ? ഹല്ലേലൂയ. യേശുവിനെ അനുവദിക്കാമെങ്കിൽ അവൻ സകലവും ഭംഗിയായി, ശുഭകരമായി, അത്ഭുതകരമായി ജീവിതത്തിൽ ചെയ്തെടുക്കും. ഇന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ജീവിതത്തിൽ ആരുടെയെങ്കിലും പുറകെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പുറകെ വരണ്ട, യേശുവിൻ്റെ പുറകെ പോവുക. കാരണം യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഫോളോ മീ, ഫോളോ മീ. യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ആരും ഇന്ന് വരെ മുഖത്ത് തുണിയിട്ട് നടക്കേണ്ടി വന്നിട്ടില്ല. അഭിമാനത്തോടെ മുഖമുയർത്തി നടക്കാൻ ദൈവം സഹായിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറ, യേശുവിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരാ. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയില്ല. ഞാനത് നിങ്ങൾക്കൊരു വാഗ്ദത്ത വചനമായി തരികയാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ഇനി നാണക്കേടിലോട്ട് പോകേണ്ടി വരികയില്ല. നീ നാണം കെടില്ല. വചനപ്രകാരം സത്യം ഞാൻ പറയുന്നു, നീ ഇനി നാണക്കേടിലേക്ക്, ലജ്ജയിലേക്ക് പോകേണ്ടി വരികയില്ല. കഴിഞ്ഞ നാളുകളിൽ അതൊക്കെ സംഭവിച്ചു കാണാം. പക്ഷെ ആ മറകൾ, ആ ചന്ദ്രഗ്രഹണം പോലെ, സൂര്യഗ്രഹണം പോലെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എക്ലിപ്സ് സ്റ്റേജ് കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശുവിലേക്ക് നോക്കിയതുകൊണ്ട് നിന്റെ മുഖം പ്രകാശിക്കും, നിന്റെ മുഖം തെളിയും. നിന്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ തെളിച്ചു പിടിക്കാൻ കർത്താവ് നിനക്ക് കൃപ തരും. തല കുനിക്കേണ്ടി വരികയില്ല. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നൊരു ദൈവമുണ്ട്. 18 വർഷം കൂനിയായി നടന്നൊരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു പ്രകാരം പറഞ്ഞു, ഇവൾ അബ്രഹാമിൻ്റെ മകളായതുകൊണ്ട് ഈ ബന്ധനം ഇനി അവളുടെ മേൽ ഇരിക്കയില്ല. ഇത് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ ഇവിടെ കൂനുമാറി നട്ടെല്ല് നിവർന്ന് അവൾ നേരെ നിന്നു. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്ന നാണക്കേടിലും വിവിധ വിഷയങ്ങളിലും കടഭാരത്തിലും പ്രശ്നങ്ങളിലും കുനിഞ്ഞ് അട്ടയെ പോലെ ചുരുണ്ടിരിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് സ്ട്രെയിറ്റൻ ചെയ്ത് അവരുടെ ജീവിതത്തിലെ നടുനിവർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ നിൽക്കാൻ ഓരോ ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. കൈകളൊന്നിങ്ങനെ മലർത്തി പിടിക്കാമോ? ആ കൈയിലോട്ട് നിങ്ങളുടെ ജീവിതം എടുത്തു വയ്ക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു വയ്ക്കുക, കടബാധ്യത എടുത്തു വയ്ക്കുക, കുഞ്ഞുങ്ങളെടുത്ത് വയ്ക്കുക. ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ കയ്യിലോട്ട് എടുത്ത് വെച്ചോ. കണ്ണങ്ങ് അടച്ചു പിടിച്ചു. എന്നിട്ട് പതുക്കെ കൈ ഒന്ന് ഓരോ മില്ലിമീറ്റർ വെച്ചങ്ങ് ഉയർത്തിക്കോ. പതുക്കെ അങ്ങ് ഉയർത്തി. പക്ഷെ അത് ഉയർത്തുന്ന സമയത്ത് മുകളിൽ നിന്നും വേറെ 2 കരങ്ങൾ വരുന്നത് കാണാമോ? നിന്റെ ഭാരം എനിക്ക് തരിക, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ. പതുക്കെ ഉയർത്തി, തലയ്ക്ക് മുകളിലേക്ക് അങ്ങ് ഉയർത്തി. ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ അതങ്ങ് ഇട്ടുകൊടുക്ക്. യേശുവിന്റെ കയ്യിലോട്ടങ്ങ് കൈമാറ്റം ചെയ്യ, കൊടുക്ക. യേശുവിന്റെ കയ്യിലോട്ട് ഇട്ടുകൊടുക്ക. കൊടുക്ക. കർത്താവ് കൈ നീട്ടി വാങ്ങുന്നുണ്ട് മോനെ, മോളെ. നിന്റെ എല്ലാ ഭാരങ്ങളും അവൻ കൈ നീട്ടി വാങ്ങുകയാ. My Jesus.
132 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നവർ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഇതിനുള്ള പ്രധാന കാരണം സുവിശേഷം, യേശുവിന്റെ സദ്വാർത്ത എല്ലായിടത്തും എത്തിച്ചേരാത്തതാണ്. യേശുവിന്റെ സുവിശേഷം ഭാരതമെമ്പാടും ലോകരാജ്യങ്ങളിലും എത്തിക്കുവാനായി നമുക്കോരോരുത്തർക്കും എന്ത് ചെയ്യുവാൻ കഴിയും? ഇതിനായി ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതിയാണ് അനുഗ്രഹ പങ്കാളിത്ത പദ്ധതി അഥവാ ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം. ഇന്ന് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമുകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയുള്ള ശുശ്രൂഷകളിലൂടെയും ദിനംപ്രതി ദശലക്ഷക്കണക്കിന് പേർ യേശുവിൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും രക്ഷാവചസ്സുകൾ കേൾക്കുന്നു. അതുമാത്രമല്ല, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൂടിയും ബ്ലെസ്സിംഗ് സെൻ്ററുകളിലൂടെയും അനേകായിരങ്ങൾ ആത്മീയമായും കുടുംബപരമായും പണിയപ്പെടുന്നു. രക്ഷ തികച്ചും സൗജന്യമാണ്. കാരണം യേശു നമുക്ക് വേണ്ടി അതിനുള്ള വില നൽകിക്കഴിഞ്ഞു. എന്നാൽ യേശുവിൻ്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും എത്തിക്കുവാൻ വളരെ ചിലവുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ നിലവിലുള്ള ചാനൽ കൂടാതെ മറ്റ് ചാനലിലേക്കും ഹിന്ദി, കന്നഡ തുടങ്ങിയ രാജ്യത്തിൻ്റെ വിവിധ ഭാഷകളിലൂടെ ദൈവിക അനുഗ്രഹം കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബ്രദർ ഡാമിയൻ ആഗ്രഹിക്കുന്നു. ആ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരമാണിത്. നിങ്ങൾ ഒരു ബ്ലെസ്സിംഗ് പാർട്ട്ണറായിട്ട് മാറുമ്പോൾ നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുകയാണ്. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് ചില പ്രത്യേക ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. പാർട്ട്നേഴ്സിന് വേണ്ടി പ്രത്യേക മീറ്റിങ്ങുകൾ, ബ്രദർ ഡാമിയനും കുടുംബത്തെയും നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കവിടെ അവസരമുണ്ടായിരിക്കും. ബ്രദർ ഡാമിയനും കുടുംബവും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബർത്ത്ഡേക്ക് വാഗ്ദത്ത വചനവും ഗ്രീറ്റിംഗ് കാർഡും ബ്രദർ ഡാമിയൻ അയച്ചു തരികയും ഇവിടുന്ന് ഒരു ശുശ്രൂഷകൻ വിളിച്ച് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പദ്ധതിയിൽ പങ്കാളിയാകുമ്പോൾ ബ്രദർ ഡാമിയന് ദൈവം നൽകിയിരിക്കുന്ന ദർശനത്തിലും അഭിഷേകത്തിലും ശുശ്രൂഷകളിലും നിങ്ങളും കുടുംബവും കൂടി ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അതിലൂടെ ദൈവത്തിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളും 100 മടങ്ങായിട്ട് തന്നെ പ്രതിഫലമായി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. എൻ്റെ ഈ സഹോദരി പേര് സരസ്വതി എന്നാണ്. തൻ്റെ മകൾ സുബിതയുടെ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മകളുടെ സാക്ഷ്യമാണ്. തൻ്റെ മകൾ 3 മാസമായിട്ട് വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ ആയിരുന്നു. താൻ അവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഏകദേശം 10-ലധികം കമ്പനികളിൽ തൻ്റെ ബയോഡേറ്റ് കൊടുത്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അവർ വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഏകദേശം 3 മാസമായിരുന്നു ആ വിസയുടെ കാലയളവ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ മോളും അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വിസയുടെ കാലാവധി തീരാറായി, ഇതുവരെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. ഒന്നും കാണുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൻറ്റി നമ്മുടെ മിറക്കിൾ സർവീസിൽ താൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കരുനാഗപ്പള്ളിയിൽ. അന്ന് ശുശ്രൂഷയിടയ്ക്ക് ആൻറ്റി ഇങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആൻറ്റി ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ മകൾക്ക് ജോലി ലഭിച്ചു. അത്ഭുതം അതല്ല, ഈ മിറക്കിൾ സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകളുടെ ഒരു കോള് വന്നു. അമ്മ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, മോൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് വിളിക്കുവാണ്. അമ്മയ്ക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. താൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ചേച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടി, ഇന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്യുവാണെന്ന് വിളിച്ചു പറയാനിടയായി. ഓ ഹല്ലേലൂയ! പ്രാർത്ഥനയുടെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ അത്ഭുതം നടന്നു. ഹല്ലേലൂയ! അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്നുകൂടെ ചിരിച്ചുകൊണ്ട് പറ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പറ, അത്ഭുതം പുറത്ത് നടക്കുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ ഇവിടെ ഇരിക്കുക, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ പുറത്ത് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിക്കുന്നു, കൊടുത്ത് കൃപയ്ക്കായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ നിൽക്കുന്ന സഹോദരിയുടെ പേര് മേരി എന്നാണ്. പക്ഷെ തൻ്റെ മകൻ്റെ സാക്ഷ്യം പറയാനാണ്. ഈ ആൻറ്റി പറഞ്ഞത് തൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ
ഒത്തിരി കഷ്ടപ്പാടിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് ആ ഒരു നല്ല നിലയിലേക്ക് ഇവർ കടന്നു വന്നത്. അതിനെ തുടർന്ന് മറ്റു പലരുടെയും അസൂയപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മകൻ്റെ വിവാഹാലോചനകൾ വരുമ്പോൾ ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: വഴിയിൽ വെച്ച് തന്നെ മറ്റുള്ളവർ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു കൊടുത്ത് വരുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരെ തിരികെ അയക്കുമായിരുന്നു, വിവാഹാലോചനകൾ മുടക്കി കളയുമായിരുന്നു. ഇത് 1-2 പ്രാവശ്യമല്ല, തുടർമാനമായിട്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ചൊല്ലി ഇവർ മാതാപിതാക്കന്മാർ ഭയങ്കര വിഷമിച്ച് വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അതിനിടയിൽ 2016 ഈ സഹോദരി ബ്ലെസ്സിൻ്റെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രത്യേകമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഇസ്രയേലിൽ പോയ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡാമേൻ ബദർ ഷമാൻഡി എല്ലാം പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതിനിടയിൽ ഡാമേൻ ബദർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാനായിലെ കല്യാണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടെ വെച്ച്, കാനായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡാമേൻ ബദർ അവിടെ എല്ലാം വിശദീകരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർ ഈ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ കൂടെ TV സ്ക്രീൻ നേരെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ പ്രോഗ്രാം. 2016 സഹോദരി പറയുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി TV സ്ക്രീനിന് നേരെ കൈകൾ നീട്ടി ഡാമേൻ ബദർ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ 3 വിവാഹാലോചനകൾ വന്നു. അതിനിടയിൽ ഏതെടുക്കണമെന്നുള്ളത്. പക്ഷെ അതിനിടയിൽ ഒരു നല്ലൊരു വിവാഹാലോചന ഇവിടെ തിരഞ്ഞെടുത്തു. 2017 വിവാഹം നടന്നു. കയ്യിലിരിക്കുന്നത് ആ മകന്റെ കുഞ്ഞാണ്. ഓ ഹല്ലേലൂയ! ദൈവം മകന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ! എത്ര പേർ കൈകൾ ഒരിക്കൽ കൂടെ അടിച്ച് കർത്താവിനൊരു ഹല്ലേലൂയ പറയും? കൈകൾ നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ച്, കർത്താവേ നിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നീ കൊടുത്ത വലിയ നന്മകൾക്കായി നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. വലിയ കർത്താവെ, ഇപ്പോൾ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് പ്രത്യേകിച്ച് തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ബാധിച്ച വ്യക്തികളെ കർത്താവെ അങ്ങ് ഇപ്പോൾ തൊടണമേ, പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണം, അത്ഭുതകരമായ സൗഖ്യം കൊടുക്കണം. ഇനി രക്ഷപ്പെടുകയില്ല, 4th സ്റ്റേജായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ തന്നെ അത്ഭുതം നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. മറ്റു ചില പ്രത്യേക രോഗങ്ങൾ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒന്ന് പൈൽസ് രോഗം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പൈൽസ്, അതിനോട് ചേർന്നുള്ള ബ്ലീഡിങ് തുടങ്ങിയുള്ള സകലവും ആ രോഗ ലക്ഷണങ്ങളോടുകൂടി മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കാൽമുട്ടുകളുടെ അകത്ത് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. ആ കാൽമുട്ട് ഇപ്പോൾ ചലിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാക്കൾ നിമിത്തം വരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ചിലർ ദുരഭിമാനം കൊണ്ടത് പറയുന്നില്ല. എന്നാൽ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. പുത്രനായ യേശു സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ് നീ കൈനീട്ടി ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി
നന്ദി പറയുന്നു. മദ്യപാനത്തിൽ നിന്ന് ചില പുറത്തു വരുന്നു. അതുപോലുള്ള ഡ്രഗ് അബ്യൂസ് പലതിൽ നിന്നും കർത്താവ്, ലഹരി വസ്തുക്കൾ ഉപയോഗം എല്ലാം മാറിപ്പോവുകയാണ്. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, സാമ്പത്തികമായ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനായി നന്ദി പറയും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നിലമ്പൂരിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. തീർച്ചയായും വരണം. നാളെ തൃശ്ശൂരിൽ നടക്കുന്നു. തീർച്ചയായും ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും എത്തിച്ചേരാൻ കഴിയുന്നവരെല്ലാം വന്നു ചേരുക. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും പ്രത്യേകമായ പ്രെയർ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിനെ കുറിച്ച് അറിയുവാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഫെബ്രുവരി 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഒരു പുതിയ മനുഷ്യനാകാൻ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന നിലമ്പൂരിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങളും കടന്നു വരും. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി, നിലമ്പൂർ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ഫെബ്രുവരി 23 ശനിയാഴ്ച. ആത്മീയ ഉണർവിന്റെ ഉത്തേജനമായ വചനപ്രഘോഷണത്തിന്റെ മാർഗത്തിലേക്ക് ഈ ദിവസം നിങ്ങളെയും ക്ഷണിക്കുന്നു. ഫെബ്രുവരി 23 ശനിയാഴ്ച, വ്യാപാര ഭവൻ ഓഡിറ്റോറിയം, GEM ഹോസ്പിറ്റലിന് സമീപം, ടൗൺ ഹാളിന് പുറകുവശം, ചെമ്പുക്കാവ്, തൃശ്ശൂർ. നെഹമിയ ഡാമിയൻ കോട്ടയത്ത് ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ. റെഡ് ക്രോസ് ടവർ, റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, നാഗമ്പടം.